ദശ, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ പൊട്ടി കഴിഞ്ഞു. എല്ലാ ടിക്കറ്റ്സും വിറ്റു കഴിഞ്ഞു അത്രേ. പക്ഷെ ശിവ അത് കണ്ടോ? അവിടെ ഒരാൾ ടിക്കറ്റ് വിൽക്കുന്നത് കണ്ടില്ലേ? 200 വെറും 200 ബാൽക്കണി 200 ബാൽക്കണി 200. ഇവിടെ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കാണോ? ഇത് നിയമവിരുദ്ധം അല്ലേ? എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നേക്കണ് വലിയൊരാള്. പോചക്ക, നിനക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 2 ടിക്കറ്റ് തരാം. വേണമെന്നുണ്ടെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലപ്പെടാൻ നോക്ക. പോയി പണി നോക്ക്. വെറുതെ ശല്യം ചെയ്യല. പോട്ടി കുട്ടിയെന്ന് വിളിക്കരുത് ചേട്ടാ. എന്നെ ഈ കുട്ടി ഇല്ല ചെറുക്കൻ തല്ലി. എന്നെ ഇവൻ തല്ലി. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? ശിവയെ ഒന്ന് സഹായിച്ചൂടെ? ശിവയ്ക്ക് എന്റെ സഹായം ഒന്നും ആവശ്യമല്ല. സഹായം മറ്റുള്ള കുട്ടികൾക്കാ വേണ്ടത്. ഞാൻ ലഡ്ഡു സിംഗിനെ വിളിക്കാം. ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ആരെങ്കിലും വേണമല്ലോ. ഹലോ, ലഡ്ഡു സിംഗ് അല്ലേ? എന്തായി കാണണേ? നീയൊക്കെ എന്താ നെയ്യപ്പം ചുട്ട് കളിക്കാ ഇവിടെ? മലന്നിങ്ങനെ കിടക്കാൻ നാണമില്ലടാ. ഇവനേതടെ ഈ കുംഫും കറാത്തേക്ക് കാണിക്കുന്നവൻ? എടാ പിള്ളേരെ, ലവന് നമ്മുടെ സ്റ്റൈലൊന്ന് കാണിച്ചു കൊടുക്കടാ. അല്ല, ഇവരൊക്കെ എന്നാ ഈ കബഡി കബഡി എന്ന് പറയുന്നത്? എനിക്ക് എങ്ങനെ അറിയാം? നിനക്ക് ചെന്ന് ചോദിച്ചൂടെ എന്താണ്? എടാ എന്റെ കുട്ടി, നിന്റെ ഈ കുംഫും കറാത്തൊക്കെ എവിടെ പോയടാ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നിങ്ങൾ ഇങ്ങനെ വെറുതെ നോക്കി നിന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ഒന്ന് ഫോൺ ചെയ്യാ. ലഡ്ഡു സിംഗ് എവിടെയാണെന്ന് അന്വേഷിക്ക്. ഇനി ഇവിടെ നിന്നാ ഇവൻ നമ്മളെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കുന്ന തോന്നുന്നു. വേഗം ഇത് വണ്ടി കയറാൻ നോക്കി. എവിടെ പോയി അവന്മാര്? അവരിവിടുന്ന് ഓടിക്കളഞ്ഞു. ശിവ അടിച്ചടിച്ച് അവരെ ഇവിടുന്ന് ഓടിച്ചു വിട്ട്. അറിയോ സാറ്? അങ്ങനെ അവന്മാർക്ക് രക്ഷപ്പെട്ട് പോവാൻ പറ്റില്ല. ഓരോരുത്തരും ഞാൻ പിടിച്ച ജയിലിനകത്ത് ഇട്ടിരിക്കും. നീ വെറുതെ പേടിക്കണ്ട ശിവ. ഈ ലഡ്ഡു സിംഗ് നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് ബ്ലാക്ക് ചെയ്യുന്നുണ്ടെന്ന്. പറഞ്ഞോ, നിങ്ങളിൽ ആരാണ് ബ്ലാക്ക് ചെയ്യുന്നത്? പറയാൻ. സാറേ, പിന്നെ അത് ശരി, അപ്പൊ നീയാണ് ആ ബ്ലാക്ക് ചെയ്യുന്ന ആള്. പറഞ്ഞോ, നീ എന്തൊക്കെയാണ് ബ്ലാക്ക് ചെയ്യുന്നത്? വേഗം പറഞ്ഞോ. ഞാൻ എല്ലാം ബ്ലാക്ക് ചെയ്യും. സാറിനെ വേണമെങ്കിലും ബ്ലാക്ക് ചെയ്യാം. ഓഹോ, എന്നെ ബ്ലാക്ക് ചെയ്യോ? എന്നാ ശരി, അതൊന്ന് കാണട്ടെ. ചെയ്യേ. അതെ. എടാ പൊട്ടാ, നീ എന്തായി കാണിച്ചത്? എടോ, ഞാൻ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അതിന് നീ എന്താ എന്നെ ബ്ലാക്ക് ആക്കിയത്? വിട്ടോ, മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കോ. അതാണ് നിനക്ക് നല്ലത്. ലഡു സിംഗ് സാറേ, ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ഗാംഗിലെ ഒരാള് പോലും ഇവിടെ ഇല്ല. എന്തിനാ വെറുതെ ഈ പാവങ്ങളെ ചോദ്യം ചെയ്യുന്നേ?
ശിവ, നീ വേണമെങ്കിൽ കണ്ടോ, ഞാൻ ആ ഗ്യാങ്ങിനെ ഇങ്ങനെ പിടിക്കാൻ പോണെന്ന്. എന്റെ കയ്യില് ഒരു ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടല്ലോ. വരണം വരണം വരണം, ബ്ലാക്കിൽ ടിക്കറ്റ് വാങ്ങാൻ വരണം. ടിക്കറ്റ് 80 രൂപയുടെ ടിക്കറ്റ്, 100 രൂപ. ബാൽക്കണി 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 ടിക്കറ്റ്. വേഗം വന്നവർക്ക് വേഗം ടിക്കറ്റ് വാങ്ങിച്ച് പോവാം. വരണം വരണം. 80 ടിക്കറ്റ് 100 രൂപ, 80 ടിക്കറ്റ് 100 രൂപയ്ക്ക്. വലിയ രംഗു, ചത്തു, നമ്മുടെ സ്ഥാനത്ത് ദേ നിക്കണത് കണ്ടില്ലേ? വേറൊരു ഗുണ്ട നമ്മളെ പരിധിയിൽ വന്നാൽ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന കണ്ടില്ലേ? ആരാണത്? ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. എന്നെ തല്ലല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇൻസ്പെക്ടറാണ്. ഇതാ പള്ളിയെ കുഴപ്പത്തിലായ വിട്ടോടാ. എവിടെ പോയി എന്നെ തല്ലിയ ആൾക്കാരെ? എവിടെ പോയി? കബഡി 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 കബഡി. നീയൊക്കെ എന്ത് തോന്നിയാസടെ കാണിക്കണേ? ആ കുട്ടിയായിട്ട് വഴക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പൊ കുഴപ്പത്തിലായത്. എന്നിട്ട് ഒന്നും അറിയാതെ ഇവിടെ വന്ന് കബഡി കളിക്കല്ലേ ശോഭികളെ. ഞമ്മള് പിന്നെ എന്ത് ചെയ്യും ബോസേ? അവൻ ഭയങ്കര സാധനമാണ്. ഓനെ കെട്ടിയിട്ടിട്ട് പോലെ ഓനെ അടിച്ച അടിയിലേ നമ്മളെ ആകാശത്തെ പറവള എണ്ണിപ്പോയി. മനസ്സിലായ ബോസിന്? അതിനെന്തിനാ നീ ഇത്രയും പുകലുണ്ടാക്കണത്? സിംഹാണെ പോലെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴുണ്ടല്ലോ കൗശലം പ്രയോഗിക്കണടാ, കൗശലം. അപ്പൊ അത് മുട്ടുകുത്തുന്നേ. നിങ്ങളെല്ലാവരും ചെന്നവനെ പിടിക്കുന്നേ, എന്നിട്ട് തല്ലി ചതക്കണോ. ശരിയാ ബോസേ, ആ കാര്യം ഞാൻ ഏറ്റു. ഇത്തവണ അവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചതക്കുന്ന പോലെ ചതച്ചൊരു പരുവത്തിലാക്കും. ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ഗാംഗിലെ ചെറുക്കനെ അത്. ഞാൻ ചെന്ന് അവരുടെ വിവരങ്ങൾ മുഴുവനും കൈക്കലാക്കിട്ട് വരാം. നീ വേഗം ചെന്ന് ലഡു സിംഗ് സാറിന് ഫോൺ ചെയ്യ്. ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ഗ്യാങ്ങിനെ നമുക്ക് എങ്ങനെയും പിടിക്കണം. വാ. എന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? ഇപ്പൊ തൊഴില് പോലും ഇല്ലാതായി. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഇപ്പൊ ഓടി വന്ന് നിന്നേക്കണാണ്. വേണമെങ്കിൽ സറണ്ടർ ആയിക്കോളാം. എന്റെ കയ്യിൽ ഒന്നുമില്ല, കണ്ടോ? എന്റെ ഗ്യാങ്ങിനെ കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും വേണമെങ്കിൽ എന്നോട് പറയാന്നേ. എന്താണ് വിചാരിച്ചിരിക്കണേ? അന്റെ കളി നമ്മുടെ അടുത്ത് വേണ്ടാട്ടാ. അന്നെ നമ്മള് വെറുതെ വിടൂല. ആരാണത്? എന്റെ ശിവയെ തൊട്ടുപോകരുത്. അങ്കിളെ അങ്കിളെ എന്തോന്ന് ചെയ്യും? ഒന്ന് പറഞ്ഞേ. ഇടിക്കോ? എന്നാവാ തല്ലുകൂടാ. ഫൈറ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഞാൻ നിനക്ക് ഫൈറ്റിംഗ് രാഗം കേൾപ്പിച്ചു തരാം. പിന്നെ ഒരിക്കലും നീ ഫൈറ്റ് ചെയ്യില്ല. അല്ല, ഇത് കേട്ടോണ്ട് എങ്ങനെ പേടിക്കുന്നു വിചാരിച്ച്? വാ, നമുക്ക് ഫൈറ്റ് ചെയ്യാനേ. ഈ രാഗം കേട്ട് നമ്മുടെ ഞട്ടല്ലോടി എന്നാ തോന്നുന്നേ. നിങ്ങളെല്ലാരും ഒന്നിച്ചു പോയ അമ്മാവനെ തല്ലി താഴെയിടുന്നേ. കേട്ടാ ജീവൻ പോകണ്ട. ആഹാ, വരൂ വരൂ. ഇനി ആർക്കൊക്കെ പാട്ട് കേൾക്കണം? ഇപ്പൊ സാരിയെ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഗ മ പ ദ നി സ കൊറേ ഉണ്ടല്ലോ. ശിവ, ഇന്ന കണ്ണു കഴുക.